ന്യൂട്രിഷൻ ക്ലബ് എന്നാണ് എന്റെ ക്ലബിന്റെ പേര്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത്. അതിന്റെ പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഇന്ന് ഈ മീറ്റിംഗ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഫ്ലെക്സ് 45 എന്ന് പറയുന്ന ഒരു മിഷൻ എന്താണ്, അതിന്റെ കുറെ സംശയങ്ങളും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കുറെ കാര്യങ്ങളും എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകും. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്കത് ആ 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും ഈ ഒരു സൂമിൽ കണക്ട് ആയിരിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. ലാസ്റ്റ് നമ്മൾ സെഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലെക്സ് 45 എന്ന് പറയുന്ന മിഷൻ എന്താണെന്നാണ് ഞാനിപ്പോ പറയാൻ പോണേ. ആദ്യം തന്നെ അനീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫിറ്റ്നസ് കോർഡിനേറ്റർ ആവാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചത് വല്ല എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ അനീഷ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ 91 ഡേയ്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ 11ാമത്തെ ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന്, എന്നാലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. സെയിം അതുപോലെ തന്നെ ഫ്ലെക്സ് 45 എന്ന് പറയുന്നത് 45 ദിവസത്തെ നമ്മളുടെ ഒരു പ്രോസസ്സാണ്. അതും നമുക്ക് ഒരാൾക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെയാണ് ഫ്ലെക്സ് 45 ഉള്ളത്. 45 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന 7 കാര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ബിസിനസ് ബിൽഡ് ആവുക എന്നുള്ളതാണ് അല്ലെ? എല്ലാവരുടെ ആഗ്രഹം ബിസിനസ് സക്സസ് ആവണം എന്നുള്ളതാണ്. അപ്പൊ അനീഷ് ഇത് എന്നോട് പറഞ്ഞപ്പോ എനിക്കും തോന്നി. കാരണം ഞാനാണെങ്കിൽ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാറില്ല. 2 ദിവസം ചെയ്യും, 3ാമത്തെ ദിവസം ചെയ്യൂല, 4ാമത്തെ ദിവസം ചെയ്യും. അങ്ങനെ 10 ദിവസം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും വർക്ക് ചെയ്തിട്ടും എന്താണ് ഒരു റിസൾട്ട് കിട്ടാത്തത്? അതിന്റെ കാരണം കൺസിസ്റ്റൻസി ഇല്ലാത്തതിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ 45 ഡേയ്സ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഇത് നമ്മളുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റ് ഗ്രോത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ടാസ്കുകളുണ്ട്. ഈ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യുവാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ആ ടാസ്കുകൾ ഒന്ന് പറയാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്നാലും ചിലർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഞാനൊന്ന് ആ ടാസ്കുകൾ പറയാം. എന്തായാലും ഗ്രൂപ്പിൽ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യും, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റ്, 1ാമത്തെ കാര്യം, ഹെർബലൈഫ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കണം നമ്മള്. ഈ ഒരു ഫ്ലെക്സ് 45 പ്രോഗ്രാമില് ഉള്ള ആൾക്കാര് ഹെർബലൈഫിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് 20 മിനിറ്റ് എങ്കിലും പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്തും ആകാം. നമുക്ക് മോർണിംഗ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അൻസാർ സാർ എടുക്കുന്ന എഡ്യൂക്കേഷൻ ഏത് ട്രെയിനിങ് ആണെങ്കിലും 20 മിനിറ്റ് എങ്കിലും പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറഞ്ഞത്
20 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മളുടെ ബോഡിക്ക് വേണ്ടി ഒരു വർക്കൗട്ട് കൊടുക്കണം. അതെന്ത് വർക്കൗട്ട് ആയാലും, വാമപ്പ് ആണെങ്കിലും, എന്ത് രീതിയിലുള്ള വർക്കൗട്ട്, കാർഡിയോ ആണെങ്കിലും, എന്ത് രീതിയിലുള്ള വർക്കൗട്ട് ആണെങ്കിലും 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം. നാലാമത്തെ കാര്യം, ഇതെല്ലാവരും ചെയ്യുന്നതാണ്. കുറഞ്ഞത് 5 പേരോടെങ്കിലും ഒരു ഹെൽത്ത് അവയർനെസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ, അപ്പൊ എന്തായാലും അത് നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യുന്ന കാര്യമാണ്. 5 പേരോടെങ്കിലും ഹെൽത്ത് അവയർനെസ് പറഞ്ഞു കൊടുക്കാം. അടുത്തത്, ഒരാളോടെങ്കിലും നമ്മളുടെ ഹെർബാലൈഫ് പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കാം. ഒരാളോടെങ്കിലും ഒരു ദിവസം ഹെർബാലൈഫ് പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് സംസാരിക്കാം. അടുത്തത്, ഒരാളോടെങ്കിലും നമ്മളുടെ ഹെർബാലൈഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, HOM ആകാം, സെമിനാർ ആകാം, ഏതാണെങ്കിലും ഹെർബാലൈഫിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒന്ന് പറയാം. അടുത്തത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോയാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോട്ടോ എടുത്തു വെക്കണം. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും 20 മിനിറ്റ് നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ, അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ, നമ്മൾ ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്നതിന്റെ ഒരു ഫോട്ടോ, അങ്ങനെ ഇതെല്ലാം നമ്മൾ ഫോട്ടോ രൂപത്തിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇതൊരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. ഈ 7 കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഈ 45 ദിവസം എത്തണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ പറഞ്ഞ, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്വാളിഫിക്കേഷൻ തന്നല്ലോ, ടൂർ ക്വാളിഫിക്കേഷൻ, അതിൽ അച്ചീവ് ആവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഫ്ലെക്സ് 45 എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളെയൊക്കെ പുറകിൽ ഉണ്ടെങ്കിലാണ് എല്ലാം. ഏത് വ്യക്തികളാണെങ്കിലും 10 ദിവസം ചെയ്യുമ്പോൾ ഒരു മടി വരും. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ചെയ്യുമ്പോൾ, അവര് ഫോട്ടോ ഇടുമ്പോൾ ഇവര് ഫോട്ടോ ഇടുമ്പോൾ നമുക്കും തോന്നും, അയ്യോ അവര് ചെയ്തല്ലോ എന്ന് എനിക്കും ചെയ്യണം എന്നുള്ള ഒരു ഉള്ളിന്ന് നമുക്ക് വരും. അതുകൊണ്ട് ചെയ്യാൻ റെഡിയാകും. അപ്പൊ ഈ 45 ഫ്ലെക്സ് 45 ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആയിരിക്കില്ലേ? അപ്പൊ എല്ലാവർക്കും അതൊരു പ്രചോദനം ആവൂലേ? ഇനി അങ്ങോട്ട് ഫ്ലെക്സ് 45 ഞങ്ങളും ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ എല്ലാവരും വരൂലേ? അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പോ നിലവിലുള്ള ഈ ഗ്രൂപ്പിൽ ജോയിൻ ആയ ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ആക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് 20 പേര് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോ സൗമ്യ എത്ര പേരായിട്ടുണ്ട്? 14 പേര് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് അമ്മയും കൂടി ഇരിക്കുന്നുണ്ട്. 15 പേര് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പൊ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 15 പേരെ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, ഫസ്റ്റ് ഒരു ട്രയൽ പോലെ. എന്നിട്ട് അതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെയുണ്ട്, 45 ഡേയ്സ് കംപ്ലീറ്റ് ആക്കാം. അത് കഴിയുമ്പോൾ ഇനി അടുത്ത 45 ഡേയ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ലെവലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് എല്ലാവരുടെ മൈൻഡ് സെറ്റിലും കറക്റ്റ് ഞാൻ ചെയ്യും, 45 ദിവസം എന്നെ ഏൽപ്പിച്ച വർക്ക് എനിക്ക് വേണ്ടി, എനിക്ക് സക്സസ് ആവാൻ വേണ്ടി ഞാൻ ചെയ്യാൻ റെഡിയാണ്. റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് റെഡിയാണെന്ന് പറഞ്ഞേ. റെഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അനീഷ് കൊണ്ടുവന്ന ഈ ഒരു ആശയം ആദ്യം ഞാൻ വിചാരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ പേടിച്ചു. പിന്നെ ഓക്കെ, ചെയ്ത് നോക്കാം. എന്തായാലും ഇതേപോലെയൊക്കെ ആള് നമ്മളോട് പറയുമ്പോ ചെയ്ത് നോക്കാം. ഏത് വഴി കൂടെയാണ് നമ്മൾ സക്സസ് ആവാൻ പോണേന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് ചെയ്ത് നോക്കാം. റെഡി ആവുക, എല്ലാരും കൂടെ ഉണ്ടാവും. ഇനി ഇപ്പൊ ഈ പറഞ്ഞിടത്തോളം കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഫ്ലെക്സ് 45ന്റെ ടാസ്കുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ 2-3 പേര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാല് ചിലർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു.
അപ്പോ അതിനെ പറ്റിയാണ് ഇപ്പൊ ഞാൻ ചോദിക്കണേ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്ത എത്ര പേരുണ്ട് ഇതില്? മാം ഞാൻ സെമീറ. എനിക്ക് അറിയില്ല എഡിറ്റ് ചെയ്യാനും പിന്നെ ഇത് ലിങ്ക് ഉണ്ടാക്കിയിട്ട് അതില് എന്താ പറയാ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഏലത്തിൽ ഇടുന്ന പോലെ അതിപ്പോ പഠിച്ചെടുത്തതാണ്. മറ്റേത് ഇപ്പൊ ലിങ്ക് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ ഇടാൻ എനിക്കറിയില്ല. റീൽസ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അറിയില്ല. രഘുചേട്ടന് അറിയില്ലേ? അൻഷിത, ആ ഹലോ. ആ നമ്മളത് പറഞ്ഞോ വീഡിയോ സതീഷേട്ടാ. ഫോട്ടോ ഇൻസ്റ്റോളിട്ട് വീഡിയോ ഒക്കെ പോരെ? മതി സതീഷേട്ടാ. നമ്മള് ചെയ്യുന്ന ഓക്കെ. ഓരോ വർക്കും ഓരോ സെൽഫി ആയിട്ട് എടുത്തിട്ട് എല്ലാം കൂടി ഒരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാ. അത്രേ ഉള്ളൂ. രഘുചേട്ടന് അറിയില്ലേ? ഇല്ല, അറിയില്ല. ഞാൻ എന്റെ മോനാണ് ഇതൊക്കെ ചെയ്യല്. മോനെ അവൻ കൊണ്ട് ചെയ്യുമല്ലോ. അവനെ അവൻ കൊണ്ട് ചെയ്യും. ചെയ്യിക്കാം. ഇൻഷോട്ടില് നമുക്ക് സൂപ്പർ ആയിട്ട് ചെയ്യാം. വേറെ ഗീത ചേച്ചിക്ക് അറിയില്ലേ? അറിയില്ല. ഓക്കെ. ഇപ്പൊ എനിക്ക് ബാക്കി എല്ലാവർക്കും അറിയാലോ. ഇല്ല പത്മിനി എനിക്ക് അറിയില്ല കേട്ടോ പത്മിനി ചേച്ചിക്ക്. എനിക്കറിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്താൽ മാത്രമേ ഇപ്പൊ നമ്മൾ ഈ വോയിസ് ഇടുന്നത് മാത്രമേ അറിയുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് അറിയില്ല കേട്ടോ മാഡം. ഓക്കെ. അപ്പൊ 1, 2, 3 പേരായി. രഘുചേട്ടൻ്റെത് മോൻ ചെയ്തോളൂല്ലോ. എന്റെ മോൻ ചെയ്യും. അല്ലെങ്കിൽ ചേട്ടന് പഠിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുമോ കേട്ടോ? അല്ല, ഞാൻ മോന്റെ അടുത്ത് നിന്ന് പഠിച്ചോളാം. കുഴപ്പമില്ല. ഓക്കെ. മാഡം പിന്നെ പറഞ്ഞുതരാണെങ്കിൽ വലിയ പറഞ്ഞുതരാം. മാഡം സനു ചേച്ചി സനു ചേച്ചി അവിടെ സൗമ്യൊക്കെ നല്ല സൂപ്പർ ആയിട്ട് മോളല്ലേ അടുത്തിരിക്കണേ. ഓക്കെ. അപ്പൊ ഇപ്പൊ നിലവിൽ 3 പേർക്കാണ് അറിയാത്തത്. ഈ 3 പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ആരും പേടിക്കണ്ട. 2 ദിവസം കൊണ്ട് മതി നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പഠിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എഡിറ്റിംഗ് ഒരു ചെറിയൊരു ആപ്പ് ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാം. അപ്പൊ നമുക്കത് പഠിക്കാം. അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യണ 3 പേരാണ് അറിയാത്തത്. അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. പിന്നെ അടുത്തൊരു കാര്യം, ഷിബിൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. നമ്മള് അക്കാഡമി, സെമിനാർ, അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമുകള്, വിഷു അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഇതില് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 45 ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ആരാണെങ്കിലും ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് അവരെ ഫസ്റ്റ് ഡേ ആണ്. അത് സ്വയം നമ്മൾ തന്നെ മനസ്സിലാക്കണം. ആ ഒരു ഫ്ലെക്സ് 45 കംപ്ലീറ്റ് ആവില്ല. 45 ദിവസം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. 5 ദിവസം ചെയ്തിട്ട് 6ാമത്തെ ദിവസം വിഷു ആണെങ്കിൽ ആ ദിവസം ചെയ്തതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റന്റ് ചെയ്യണം. ഇപ്പൊ സെമിനാർ ആണെങ്കിലും അക്കാഡമി ആണെങ്കിലും നമ്മൾ ഒരു 5 പേരോട് എങ്ങനെയെങ്കിലും റോട്ടിൽ നിന്നാണെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ അവരോട് സംസാരിക്കാൻ റെഡി ആവണം. ഈ പറയുന്ന കാര്യങ്ങൾ ഞാനും ആദ്യം ആലോചിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യും? സെമിനാറിന് പോകുമ്പോ, അക്കാഡമിക്ക് പോകുമ്പോ വെളുപ്പിനെ പോണം, രാത്രിയാവും വീട്ടിലെത്തും, എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ ഒരു കാര്യത്തിൽ? ഒന്ന് ഓപ്പൺ ആക്കി ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ. മാം പറയുന്നത് ശരിയാണ്. നമ്മള് മോർണിംഗില് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയാവും വീട്ടിലെത്താന്. പിന്നെ ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പറ്റിന്ന് വരും. സംഭവിക്കാതിരിക്കാം. അത് രണ്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ബസ്സിന് പോവുകയാണെങ്കിലേ നടക്കുള്ളൂ. അതെല്ലാം നമ്മൾ ക്ലബിൽ നിന്ന് എല്ലാരും കൂടെ ഒന്നിച്ച് ഒരു വണ്ടി വിളിച്ചു പോവുകയാണെങ്കിൽ അത് ടാസ്ക് ആണ്. എന്തായാലും 5 പേരില്ലെങ്കിലും മാക്സിമം അങ്ങോട്ട് എത്തിക്കാം ശ്രമിക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്. കാരണം നമുക്കൊരു 20 മിനിറ്റ്സ് ഓഫ് ഇപ്പൊ ഓരോ കാര്യങ്ങളും പറയാം. ഹെർബൽ ലൈഫ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ അത് കോമൺലി യൂസ് ചെയ്യണമായതുകൊണ്ട് നമ്മൾ രാവിലെയും അത് കറക്റ്റ് ആയിട്ട് എടുക്കും. രണ്ടാമത്തെ പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ടൈം. അതിന് പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അക്കാദമി, സെമിനാർ ഇല്ലാത്ത ദിവസങ്ങളിലാണ് നമുക്ക് അൻസാർ ഖാന്റെ സെഷൻ ഉള്ളത്. ബാക്കി എല്ലാ ദിവസവും അറ്റ് ദ സെയിം പോലെ തന്നെ നമുക്ക് അക്കാദമിയിലും സെമിനാറിലും നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യേണ്ട എങ്ങനെയായാലും
പ്രോപ്പർ കറക്റ്റ് കിട്ടും. ഇപ്പൊ പലരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എന്റെ ഇപ്പൊ ഞാൻ ജിമ്മിൽ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ എന്റെ വർക്കൗട്ട് ജിമ്മിലാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 hour ഉണ്ടാവും. അപ്പോ അവിടെ ഞാൻ എന്റെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, ഇനിയിപ്പോ നമ്മള് സെമിനാറിനോ അക്കാദമിക്കോ പോകുമ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുന്നതിന് കുറച്ച് നേരത്തെ 20 മിനിറ്റ് ഒരു വാമപ്പ് സെഷൻ എടുക്കുന്നത് ഒരു 20 മിനിറ്റേ വേണ്ടുള്ളൂ. അത് നമ്മൾ ഡെയിലി റൂട്ടീൻ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതും അവിടെ കവറപ്പ് ആവും. പിന്നെ ഹെൽത്ത് അവയർനെസ് സെഷൻ എടുക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ഒരു 5 പേർക്കാണ് നമ്മൾ കൊടുക്കാൻ പറയുന്നത്, മിനിമം 5 പേർക്ക്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തായാലും നൈറ്റ് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തുന്നവരാണ് പലരും. 99% ആൾക്കാരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുക. കാരണം നമ്മൾ 2 നേരം ഷേക്കാണ് എടുക്കുന്നത്, 3ാമത്തെ നേരം കഴിക്കാൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ വേണ്ടി എന്തായാലും സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഫ്ലെക്സ് 45 എന്തായാലും ഇൻവിറ്റേഷൻ കൊടുക്കാൻ ഇറങ്ങണം. സോ ആ ടൈമിൽ നമുക്ക് മുന്നിൽ കാണുന്നവരാരായാലും നമുക്ക് അവർക്കൊരു ഹെൽത്ത് അവയർനെസ് സെഷൻ കൊടുത്ത് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാളോടെങ്കിലും സംസാരിക്കുക എന്നുള്ളത്. ഈവൻ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമില് നമുക്ക് ടൈമുകളുണ്ട്. ജസ്റ്റ് ഒരു വെറുതെ ഒരു ടോക്കറ്റ്, വെറുതെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടാണെങ്കിലും നമുക്ക് അതവിടെ സംസാരിക്കാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെ വിളിക്കുക, ഒരു സ്കിൻ ബൂസ്റ്റർ. ഇപ്പൊ ഇന്ന് ഞാൻ എന്റെ ഒരു സംഭവം ഉണ്ടായിച്ചാല് എന്റെ ജിമ്മില് ഒന്നില്ല, എന്റെ ഫ്രണ്ടാണ്, ആള് ഞാൻ 10ാം ക്ലാസ് മുതൽ അറിയുന്ന ആളാ. പക്ഷെ എനിക്ക് അവിടെ പല കാര്യങ്ങളും സംസാരിക്കാൻ ഒരു പരിധി ഉണ്ട്. ലൈഫിനെ കുറിച്ച് എന്റെ ജിമ്മിൽ എനിക്ക് പറയാനുള്ള ഒരു പരിധി ഉള്ളത് കൊണ്ട് എനിക്ക് ലിമിറ്റഡ് ആണ് അവിടെ വേർഡ്സ്. പക്ഷെ ഞാനും ആള് സംസാരിക്കുന്ന ഒരാളുടെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ട്. ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ ആൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കൊളാജിൻ ഒരു സംഭവം ഉണ്ട്, ഇത് എടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് നല്ലതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോ എന്നോട് ഏത് നല്ലൊരു ബ്രാൻഡ്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിന്യൂ ആയിട്ട് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഹെർബൽ ലൈഫിന്റെ സ്കിൻ ബൂസ്റ്റർ. അത് അമേസിംഗ് ആണ്. അതോടൊപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്, നീ ഒന്ന് യൂസ് ചെയ്ത് നോക്ക് എന്ന് എനിക്ക് അവിടെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് എനിക്കൊരു സ്കിന്നിന്റെ അല്ലെങ്കിൽ ആളുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് ആളുടെ ഹെൽത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും പറ്റും. ഇവനൊരു ഫ്രണ്ടിനോടായാലും നമുക്ക് വിളിച്ച് ഒന്ന് ജസ്റ്റ് ടോക്ക് ചെയ്ത് വേണമെങ്കിൽ സ്കിൻ ബൂസ്റ്റർ വേണ്ട, നമ്മൾ ഇന്നത്തെ ഏറ്റവും അമേസിംഗ് പ്രൊഡക്റ്റ് ആയ ഔട്ടർ സ്കിൻ കെയർ നമുക്ക് എല്ലാവർക്കും ഇന്ന് അതിന്റെ ഏറ്റവും ചെറിയ ഫോം ആയിട്ടുള്ള ക്ലെൻസർ മോയ്സ്ചറൈസർ വരെ നമുക്ക് ഇന്ന് പാക്ക് ആയിട്ട് കിട്ടും, കോംബോ പാക്ക് പോലെ. അതിനെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു മാർഗമായിരിക്കും. വരുന്ന വഴിക്കോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ ഇൻ ചാറ്റിലൂടെ വരെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റും. അത് യൂസ് ചെയ്യാം. പിന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതും ഇതുപോലെ തന്നെ നമുക്കൊരു ഇൻവിറ്റേഷൻ വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് അതിനെ കുറിച്ച് ഇൻവൈറ്റ് ചെയ്യാം, കോളിലൂടെ ചെയ്യാം. അതും ഈ ട്രാവലിംഗിൽ സംസാരിക്കാം. കാരണം എങ്ങനെയായാലും ഒരു 1 hour നമുക്ക് ദൂരമുണ്ട്. ഇപ്പൊ നമ്മുടെ പൊന്നാനി ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, വളാഞ്ചേരി ആയിക്കോട്ടെ, കുറ്റിപ്പുറം ആയിക്കോട്ടെ, ഇവിടുന്ന് എങ്ങനെയായാലും തൃശ്ശൂർ എത്താൻ 1 hour എടുക്കും. ആ 1 hour സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു നല്ല കാര്യം തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുക. എൻഡ് ഓഫ് ദ ഡേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെയും പ്രൊഡക്റ്റിനെയും കുറച്ച് ചിലപ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ അത് ചാറ്റ് ഇടണം എന്ന് ഞാൻ പറയില്ല, കാരണം അത് ഓരോരുത്തരുടെ പ്രൈവസി ആയിരിക്കാം. പക്ഷെ ഇൻഫോം ചെയ്യണം, നമ്മളെ ഗ്രൂപ്പിൽ അത് ഇങ്ങനെ ഉണ്ടായി. വേണേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് വോയിസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഈ ഒരു സെഷൻ നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഇതില് ഇന്നലെ കാരണം ഞാൻ കാരണം ഞാൻ ഒരു 5.5 മണിക്കൂർ ഞാൻ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ആ ടൈമിൽ എനിക്ക് പറ്റില്ല. ബാക്കി 5.5 മണിക്കൂർ ഞാൻ വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു 3 മണിക്കൂറാണ് ഞാൻ ഹെർബൽ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ഇത് സിമ്പിൾ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം എന്റെ മൈൻഡിൽ വന്നത്. സോ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സൗമ്യ പറഞ്ഞ കാര്യം ഞാനും അങ്ങനെ ആലോചിച്ചായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ആരെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ അക്കാഡമിക് ആണെങ്കിൽ പോകുമ്പോഴും സെമിനാറിനൊക്കെ നമുക്ക് എങ്ങനെയും ചെയ്യാം. അക്കാഡമിയാണ് നമുക്ക് കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പൊ ആരോട് നമ്മൾ ഇന്ന് പ്രൊഡക്റ്റിനെ പറ്റി പറയണം, ആരോട് നമ്മൾ ഇന്ന് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയണമെന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള നേരത്തെ ഫുഡ് കഴിച്ചിരുന്നവര് അതുപോലെയുള്ള ആരെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. നമ്മൾ ആ സമയത്ത് ഇരുന്ന് നോക്കണ്ട. നേരത്തെ തന്നെ തലേ ദിവസം തന്നെ ഓക്കെ നാളത്തെ എൻ്റെ
പ്രൊഡക്റ്റിനെ പറ്റി ഒരാളോട് പറയണം, അത് ഇന്ന ആളായിരിക്കണം. നാളെ എൻ്റെ ബിസിനസിനെ പറ്റി ഒരാളോട് പറയണം, അത് ഇന്ന ആളായിരിക്കണം. ഈ രണ്ടുപേരെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സൗമ്യ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് എഴുന്നേറ്റ് 20 മിനിറ്റ് വർക്കൗട്ട് അത് ചെയ്യാം. പിന്നെ നമുക്ക് അതേപോലെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് 5 പേർക്ക് നമുക്ക് ഹെൽത്ത് അവയർനെസ് കൊടുക്കാം. ഇത് ഈ രീതിയിൽ ഓക്കെ ആണോ എല്ലാവർക്കും എന്നുള്ളതൊന്ന് വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി പറഞ്ഞു. ഗുഡ് ഈവനിങ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ടാണ് തോന്നിയത്. ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സൗണ്ടില് പറയോ. ഇതിപ്പോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വളരെ സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നമ്മള് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാത്തത് ഉണ്ടായിരുന്നത് എപ്പോഴെങ്കിലും ചെയ്യുന്നത് എക്സസൈസ് മാത്രമാണ്. അതൊന്നും ഒരു 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ കൂടുതലുള്ള ഒരു ടൈം അല്ല. ഒരു 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഒന്നെങ്കിൽ രാവിലെ എണീറ്റിട്ട് നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന്റെ മുന്നേ നമ്മൾ 20 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നതാണ്. കുഴപ്പമില്ല. പിന്നെ ഒരു 5 പേരോട് സംസാരിക്കുന്നത്, 5 കൂടുതൽ ആൾക്കാരോട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരാളോടെങ്കിലും വെൽത്തിനെ കുറിച്ചിട്ട് പറയണം. തീർച്ചയായിട്ടും നമുക്ക് ഒരാളോടെങ്കിലും വേണം. അതിനേക്കാളും കൂടുതൽ ആൾക്കാരോട് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരാളോടെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. പിന്നെ ഹെർബാറിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരാളോടെങ്കിലും പറയണം എന്നുള്ളത് അതും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നൊരു ഇതൊക്കെ ചെയ്യുമ്പോഴും കുറെ ഫോട്ടോസ് എടുക്കാതെ ജസ്റ്റ് ഒരു സെൽഫി ആയിട്ട് എടുത്ത് വെക്കാൻ നമുക്ക് പറ്റും. ഇതൊക്കെ സമയത്ത് ഒരു 10 നിമിഷം കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്റെ സമയത്ത് നമുക്കിത് പറ്റും എന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതെ, സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ, ഇനി ആർക്കെങ്കിലും പറഞ്ഞോ. ഞാൻ റെഡിയാണ് കേട്ടോ. ഞാൻ പുറത്താണ്, അതാണ് പറ്റാത്തത്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും മുന്നിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് പറ്റില്ല എന്ന് തോന്നണ ആരെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നാണ്ട് ശ്രമിക്കുക. കാരണം ഫസ്റ്റ് ആയിട്ടല്ലേ രാത്രിയില് തിരിച്ചു പോരുമ്പോഴൊക്കെ ചെയ്യുന്നത്. അപ്പണ്ട് റെഡി ആയിക്കോളും. നമ്മൾ എന്തിനും റെഡി ആയിട്ടല്ലേ ഇറങ്ങിയിട്ടുള്ളത്. അതെ, പിന്നെ എന്തായാലും ഈ നമ്മള് പ്ലെയർ കൊടുക്കുമ്പോ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മള് കൊടുക്കുന്നത് മാത്രം, നമ്മൾ ഫോട്ടോ മാത്രം എടുത്ത് മതി. നമ്മൾ കൊടുക്കുന്നത് മാത്രം എടുത്താ മതി. താല്പര്യം എടുക്കുക. മതി. ചിലർക്ക് പറഞ്ഞ പോലെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഫേസ് കാണിക്കണ്ട. ഒന്ന് രണ്ട് പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവര് പറഞ്ഞു വേണ്ട ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് അവർക്ക് ഇതിനൊക്കെ ഇപ്പോഴാണ് റെഡി ആയിട്ടുള്ളത്. അത് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഫേസ് കാണിക്കണ്ട. നമ്മൾ കൊടുക്കണം മാത്രം എടുത്താൽ മതി. അപ്പൊ ഇത് ഓക്കെ അല്ലേ? എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഈ ചെയ്യണ ആക്ടിവിറ്റീസിനെ ഓരോ ഫോട്ടോസ് ആണല്ലോ നമ്മൾ എടുക്കണേ. അത് ഗ്രൂപ്പില് ഓരോ ഫോട്ടോ ആയിട്ട് അപ്പൊ അപ്ലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണോ ചെയ്യണ്ടേന്നുള്ള ഒരു അഭിപ്രായം എല്ലാവരും അതും കൂടി ഒന്ന് പറയും. ഫോട്ടോ എടുക്കുന്നത് അപ്പൊ അപ്ലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇതെല്ലാം ഒരൊറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയോ? എല്ലാതും കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണതാണ് നല്ലത്. എന്റെ ഒരു അഭിപ്രായമാണ്. ലാസ്റ്റ് വീഡിയോ എടുത്ത് വെക്കുന്നതായിരിക്കും നന്നാവുക. മറ്റേത് ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വിടുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല പറയുന്നത്. ഏറ്റവും നല്ല കാരണം വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുകൾ നിറയും. ഒന്ന്, രണ്ടാമത് പറഞ്ഞാൽ എല്ലാവർക്കും സന്ദർഭത്തിൽ വിടാൻ പറ്റിക്കോളണമെന്നില്ല. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ ഒന്നിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആക്ടിവിറ്റിയുടെ ഇപ്പൊ വൈകുന്നേരമാണ് ഞാൻ വിട്ടത്. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. രാവിലെ മോർണിംഗിൽ വിട്ടു, വൈകുന്നേരം അതിന് ശേഷം ചെയ്തതെല്ലാം കൂടി ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് വിട്ടത്. അപ്പൊ ഇത് ഓരോ ടൈമിലും
ഇടുമ്പോ മറ്റു കുറെ ഒന്നാമത് ഗ്രൂപ്പുകൾ നിറയും, രണ്ടാമത് നമുക്ക് ചെയ്യുന്ന നമുക്കും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഇതായിരിക്കും ഒന്നും കൂടി ഈസി മാത്രം. എല്ലാവരും എന്താണ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി വിട്ടാ മതി എന്ന അഭിപ്രായമാണോ? എല്ലാവർക്കും ഓക്കെ ആണോ അത്? ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിൽ കണക്ട് ആയിരിക്കുന്നത് 13 പേരാണ്. സൗമ്യ എത്രയായിരുന്നു ഇപ്പൊ ഉള്ളത്? 14 പേര്. അതില് ഓക്കെ, 15. ആരോ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിനാത്താന്റെ അവിടുന്ന് 3 പേരും ഇല്ലേ? അവിടുന്ന് 3 പേരുണ്ടല്ലോ. കൈസും മോളുടെ പേരെന്തായിരുന്നു? ഗസ്ന. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൂടെയും ഒരാൾക്കോ അല്ലെങ്കിൽ 4 പേർക്കോ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാകും, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോണവരുണ്ടാവും. ചിലപ്പോൾ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും, ഫോട്ടോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും, ഫുൾ എല്ലാം എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇടാൻ മറന്നു പോണവരുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ നോക്കാനായിട്ട് നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇനി മൂന്ന് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. സൗമ്യ ഒരു കോർഡിനേറ്റർ ആണ്, നാജിയ ഒരു കോർഡിനേറ്റർ ആണ്, സമീറ ഒരു കോർഡിനേറ്റർ ആണ്. അങ്ങനെ 3 പേരുണ്ട്, ഷിബിനുണ്ട്. അങ്ങനെ 4 പേരുണ്ട്. അപ്പൊ ഈ 4 പേർക്കും നമ്മൾ നിങ്ങളിൽ നിന്ന് എത്ര പേരാണോ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ളത് അവരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ കോർഡിനേറ്റർ പറയുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ അവര് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ ഇടുക. ഇപ്പൊ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആൾക്ക് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അതിനെ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുക. അതില് ഓക്കെ ആണോ എല്ലാവരും? അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നോക്കണോ? ഇങ്ങനെ ഓരോ കോർഡിനേറ്റർ ഏൽപ്പിക്കുന്നതാണോ നല്ലത്? ഓരോ കോർഡിനേറ്റർ ഏൽപ്പിക്കുക നല്ലത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ ഇത് ഇത്രയും പറഞ്ഞതിൽ മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. ഹലോ, എക്സ്ക്യൂസ് മീ, കണ്ടിന്യൂ ചെയ്തു. അനിഷ്ക ഒരു മിനിറ്റ്. ഫാത്തിമ താത്ത നേരത്തെ ഉണ്ടായിരുന്നു ഇതില്, പക്ഷെ ഇപ്പൊ അത് ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ ചെയ്യാം. ചിലപ്പോ എനിക്ക് ഇറങ്ങി എന്തെങ്കിലും പറ്റിയാണോന്ന് അറിയില്ല, റേഞ്ച് പോയതാണോ എന്തെങ്കിലും അറിയില്ലല്ലോ. അപ്പൊ ആഡ് ചെയ്യാം നമുക്ക്. 17 പേര് ഇപ്പൊ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടോ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ അൻസിത. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ ടീമിന് ഇതുപോലത്തെ ഒരു മിഷന് പറഞ്ഞു കൊടുത്തതിൽ. ഇത് സത്യത്തിൽ ഞാൻ ഉണ്ടാക്കിയൊന്നല്ല. മാർക്യൂസ് ബോണസ് അവാർഡില് നമ്മളെ സ്ട്രാറ്റജി ബിൽഡർ ആയിട്ടുള്ള എറിക്കോറിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ അമേരിക്കയിൽ നടന്നത്. അപ്പോ ഇപ്പൊ നമ്മള് ഐഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെക്സ് 45 എന്ന് ഇങ്ങനെ കാണും, പക്ഷെ ആർക്കും എന്താന്ന് അറിയില്ല. പക്ഷെ ഇപ്പോ നമ്മളെ ഉത്തരേന്ത്യയിലൊക്കെ ഇത് എപ്പോഴോ തുടങ്ങി ആക്ഷൻ പ്ലാനിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. നമ്മളെ മിസ്റ്റർ ചരൺജിത് സിംഗ് സാറാവട്ടെ, ജ്ഞാനരാജു സാറാവട്ടെ, ചെയർമാൻ ക്ലബ്സ് ഒക്കെ അവരുടെ ടീമിനെ ഫുള്ള് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇത് ചുരുങ്ങി നമ്മളിപ്പോ ഈ കിട്ടിയ നമ്പർ തന്നെ വലിയ നമ്പറാണ്. കാരണം ആരും ചെയ്യാത്തൊരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നത് തെളിവാണ് ഈ ഒരു കൺസിസ്റ്റൻസിയും അതേപോലെ റെഡി ആയിട്ടുള്ള കുറച്ച് പീപ്പിള്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും. പിന്നെ പൻസിത പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളെ ഗ്രൂപ്പിൽ അഥവാ ഫ്ലെക്സ് 45 ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഫിൽട്ടർ ചെയ്തിട്ട് വരും. ആ ഫിൽട്ടർ ചെയ്ത ഗ്രൂപ്പിൽ സിംഗിൾ ആയിട്ട് വീഡിയോയോ ഫോട്ടോയോ ഇട്ടിട്ട് മുഴുവനായിട്ട് നമ്മൾ അത് വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ട് ശേഷം നമ്മളെ ഗ്രൂപ്പുകളിൽ ഒരുമിച്ച് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും നമുക്ക് എളുപ്പമായിട്ട് മാറും. കാരണം ഇന്നലെ സൗമ്യ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഒരു ആനയെ തിന്നണം, നേരെ വായണ്ട് തുറന്നു കഴിഞ്ഞാൽ ആന നേരെ തിന്നാൻ കഴിയില്ല. അതിന്റെ തുമ്പിക്കൈ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാല് കട്ട് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. അപ്പൊ ചെറിയ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ഓരോന്നായിട്ട് വീഡിയോ ആവട്ടെ അല്ലെങ്കിൽ ഫോട്ടോ ആവട്ടെ ആദ്യമേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളെ ഗാലറിയിൽ വെച്ചാലും കുഴപ്പമില്ല. ശേഷം നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എളുപ്പമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ എഡിറ്റിംഗ് അറിയില്ല, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഡോണ്ട് വെറി, നമ്മളെ കോർഡിനേറ്റേഴ്സ് അത്രയും നമ്മളെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ റെഡിയാണ് എല്ലാ നിലക്കും. 1 മിനിറ്റേ ഉള്ളൂ നമ്മളെ പ്രോഗ്രാം ഇപ്പോ കട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അൻഷിതാക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. എനിവേ ഇത് ഇത്രയും നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത അൻഷിതാക്കും ടീമിനും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അതിന് റെഡി ആയിട്ടുള്ള എല്ലാ സോൾജേഴ്സിനും ഞാൻ നന്ദി പറയാണ്. ഇനി അൻഷിതാക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം, 1 മിനിറ്റ് ഉള്ളൂ. ആയി കഴിഞ്ഞതിന് ശേഷം സൗമ്യക്ക് നന്ദി പറയും. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഇത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റിയ, ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഇപ്പൊ വായിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു ഫ്ലെക്സ് 45 എന്ന് പറയണ മിഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ രാജ് സാറിന്റെ അടുത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇത് നല്ല രീതിയിൽ നമ്മൾ സക്സസ് ആയി, എല്ലാവരും ഇതിലുള്ള എല്ലാവരും ക്വാളിഫൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ അവിടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റും. വേറെ ആരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തു, അതിൽ നമ്മൾ സക്സസ് ആയി എന്നുള്ള ഒരു കാര്യം നമുക്ക് സ്റ്റേജിൽ കയറി പറയാൻ പറ്റും. അപ്പോ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക. ആരും ഒന്നും പേടിക്കേണ്ട. അറിയാത്ത ആൾക്കാർക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരാൻ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. എന്തുണ്ടെങ്കിലും പേഴ്സണലി മെസ്സേജ് അയക്കാം, എന്തുണ്ടെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തരാം. ഓക്കെ, സൂപ്പർ. ഓക്കെ. ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു വിജയത്തിൽ എത്തണം എന്നുള്ള ഒരു മനസ്സോട് കൂടി എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിൽ എത്താൻ പറ്റും. ആ ഒരു മനസ്സ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് ചെയ്യാം. ചെയ്യാൻ കഴിയാത്തത് ആയിട്ട് ഒരു കാര്യവും